നിങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ. ചില മുഖങ്ങൾ ഓർമ്മ വരുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ഭാരം അനുഭവപ്പെടാറുണ്ടോ? ചില ഫോൺ കോളുകൾ വരുമ്പോൾ അറ്റൻഡ് ചെയ്യാനൊരു മടി തോന്നാറുണ്ടോ? ഒരുപക്ഷേ ആ കോളിന്റെ അപ്പുറത്തുള്ളയാൾക്ക് എന്തായിരിക്കും പറയാനുണ്ടാവുക എന്ന് നിങ്ങൾക്ക് മുൻകൂട്ടി അറിയാമായിരിക്കും. ഒന്നുകിൽ ഒരു സഹായ അഭ്യർത്ഥന, അല്ലെങ്കിൽ അവരുടെ തീരാത്ത സങ്കടങ്ങളുടെ ഒരു കെട്ടഴിക്കൽ. സംസാരിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ഊർജം മുഴുവൻ ചോർന്നു പോയതുപോലെ വല്ലാത്തൊരു തളർച്ച നിങ്ങളെ വന്ന് മൂടാറുണ്ടോ? എങ്കിൽ നിങ്ങൾ തനിച്ചല്ല. നമ്മളിൽ പലരും ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും ഈ അനുഭവത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്. സ്നേഹത്തിന്റെയോ സൗഹൃദത്തിന്റെയോ കുടുംബബന്ധത്തിന്റെയോ പേരിൽ നമ്മുടെ ഊർജവും സമയവും പണവും, എന്തിന് നമ്മുടെ സന്തോഷം പോലും കവർന്നെടുക്കുന്ന ചില മനുഷ്യരുണ്ട്. അവരെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. കാരണം അവർ നമ്മുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുന്ന മുറിവുകൾ അദൃശ്യമാണ്. പുറമേക്ക് കാണാൻ കഴിയില്ലെങ്കിലും അതിന്റെ വേദന ആഴത്തിലുള്ളതായിരിക്കും. ഇത് ഏതെങ്കിലും ശത്രുവിനെക്കുറിച്ചുള്ള വിവരണമല്ല. പലപ്പോഴും ഈ മുതലെടുപ്പുകാർ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെയും പ്രിയപ്പെട്ട ബന്ധുക്കളുടെയും രൂപത്തിലായിരിക്കും പ്രത്യക്ഷപ്പെടുക. അതുകൊണ്ടാണ് അവരെ തിരിച്ചറിയാൻ നമ്മൾ ഇത്രയധികം വൈകുന്നത്. അവരുടെ മുഖമൂടി അത്രയേറെ സ്നേഹമസൃണമായിരിക്കും. അവരുടെ വാക്കുകൾ തേൻ പുരട്ടിയതായിരിക്കും. ഒറ്റ നോട്ടത്തിൽ നമ്മളെ അത്രയേറെ കെയർ ചെയ്യുന്ന, നമ്മളില്ലാതെ അവർക്ക് മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലായിരിക്കും അവരുടെ പെരുമാറ്റം. ഒരു മനോഹരമായ പൂന്തോട്ടം സങ്കൽപ്പിക്കുക. നിറയെ വർണ്ണപ്പൂക്കളും കായ്ഫലമുള്ള മരങ്ങളും. എന്നാൽ അതിന്റെ അടിവേരുകളിൽ ആരും കാണാതെ പടർന്നു പിടിക്കുന്ന ചില കളകളുണ്ട്. ആ കളകൾ ആ പൂന്തോട്ടത്തിലെ വെള്ളവും വളവും വലിച്ചെടുത്ത് തഴച്ചു വളരുന്നു. പതുക്കെ പതുക്കെ നല്ല ചെടികൾ വാടിത്തുടങ്ങുന്നു. പൂക്കൾ കൊഴിയുന്നു. തോട്ടം അതിന്റെ സൗന്ദര്യം നഷ്ടപ്പെട്ട് വരണ്ടുപോകുന്നു. ഇതേ അവസ്ഥയാണ് മുതലെടുപ്പുകാർ നമ്മുടെ ജീവിതത്തിലും സൃഷ്ടിക്കുന്നത്. അവർ നമ്മുടെ പോസിറ്റീവ് എനർജി വലിച്ചെടുത്ത് നമ്മളെ വൈകാരികമായി തളർത്തുന്നു. ഈ മുതലെടുപ്പിന്റെ ഏറ്റവും വ്യക്തമായ ആദ്യത്തെ ലക്ഷണം ആ ബന്ധം ഒരു വൺ വേ സ്ട്രീറ്റ് ആയിരിക്കുമെന്നതാണ്. അതായത്, ആ ബന്ധത്തിൽ നിങ്ങൾ എപ്പോഴും കൊടുക്കുന്നയാളും അവർ എപ്പോഴും വാങ്ങുന്നയാളുമായിരിക്കും. അതൊരിക്കലും പണത്തിന്റെ മാത്രം കാര്യത്തിലല്ല. നിങ്ങളുടെ സമയം, ശ്രദ്ധ, ഉപദേശങ്ങൾ, വൈകാരിക പിന്തുണ, ഇതെല്ലാം ഒരു ദിശയിലേക്ക് മാത്രം ഒഴുകിക്കൊണ്ടിരിക്കും. ഒരു ഉദാഹരണം നോക്കാം. അരുൺ എന്ന ചെറുപ്പക്കാരന് ബിമൽ എന്നൊരടുത്ത സുഹൃത്തുണ്ടായിരുന്നു. കോളേജ് കാലം മുതലുള്ള സൗഹൃദമാണ്. ബിമലിന് എന്താവശ്യം വന്നാലും ആദ്യം വിളിക്കുന്നത് അരുണിനെയാണ്. ഒരു സാമ്പത്തിക പ്രതിസന്ധി, വീട്ടിലെ ഒരു പ്രശ്നം, ജോലിസ്ഥലത്തെ ഒരു സമ്മർദ്ദം, എന്തുമാവട്ടെ, ബിമൽ മണിക്കൂറുകളോളം അരുണിനോട് സംസാരിക്കും. അരുൺ ക്ഷമയോടെ എല്ലാം കേൾക്കുകയും തന്നാൽ കഴിയുന്ന സഹായങ്ങളെല്ലാം ചെയ്യുകയും ചെയ്യും. പലതവണ സ്വന്തം കയ്യിൽ നിന്ന് പണം നൽകി സഹായിച്ചിട്ടുണ്ട്. എന്നാൽ അരുണിനൊരാവശ്യം വരുമ്പോൾ ബിമലിന്റെ ഭാഗത്തു നിന്ന് എപ്പോഴും തിരക്കുകളായിരിക്കും. അയ്യോ അരുണേ, ഞാൻ വേറൊരു വലിയ പ്രശ്നത്തിലാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒട്ടും സംസാരിക്കാൻ പറ്റിയ ഒരു മാനസിക അവസ്ഥയിലല്ല എന്നിങ്ങനെയുള്ള മറുപടികളായിരിക്കും ലഭിക്കുക. തുടക്കത്തിൽ അരുൺ അത് കാര്യമാക്കിയില്ല. കാരണം സൗഹൃദത്തിൽ കണക്കുകൾക്ക് സ്ഥാനമില്ലല്ലോ. പക്ഷേ വർഷങ്ങൾ കടന്നുപോയപ്പോൾ അരുണിനൊരു കാര്യം മനസ്സിലായി. തന്റെ ജീവിതത്തിലെ സന്തോഷങ്ങൾ പങ്കുവെക്കുമ്പോൾ ബിമലിന് വലിയ താൽപ്പര്യമൊന്നും ഉണ്ടാവാറില്ല. എന്നാൽ അരുണിന് എന്തെങ്കിലും ഒരു വീഴ്ച പറ്റിയാൽ ആശ്വസിപ്പിക്കാനെന്ന വ്യാജേന വിളിച്ച് അതിന്റെ വിശദാംശങ്ങൾ അറിയാൻ ബിമലിന് വലിയ ഉത്സാഹമായിരുന്നു. ഒരു ഘട്ടത്തിൽ അരുണിന് തോന്നിത്തുടങ്ങി താൻ ബിമലിന്റെ ജീവിതത്തിലെ ഒരു ക്രൈസിസ് മാനേജർ മാത്രമാണെന്ന്. ബിമലിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു ഉപകരണം. ആ തിരിച്ചറിവ് വേദനാജനകമായിരുന്നു. കാരണം താൻ ഹൃദയം കൊണ്ട് സ്നേഹിച്ച സൗഹൃദം യഥാർത്ഥത്തിൽ ഒരു ചൂഷണം മാത്രമായിരുന്നു. ഇവിടെയാണ് വൈകാരികമായ അസന്തുലിതാവസ്ഥ ഉണ്ടാകുന്നത്. നിങ്ങൾ നിരന്തരം മറ്റൊരാളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയും അവർക്ക് വൈകാരിക പിന്തുണ നൽകുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾ തിരിച്ചത് പ്രതീക്ഷിക്കും. അതൊരു കച്ചവടമല്ല, മറിച്ച് മനുഷ്യബന്ധങ്ങളുടെ അടിസ്ഥാനപരമായ ഒരാവശ്യമാണ്. പരസ്പരമുള്ള താങ്ങും തണലുമാണ് ഏതൊരു ബന്ധത്തെയും ആരോഗ്യകരമായി നിലനിർത്തുന്നത്. എന്നാൽ മുതലെടുക്കുന്നവർ ഈ നിയമം പാലിക്കില്ല. അവർ നിങ്ങളുടെ ഊർജത്തിൽ തഴച്ചു വളരുകയും നിങ്ങൾ തളരുമ്പോൾ നിങ്ങളെ അവഗണിക്കുകയും ചെയ്യും.
ഓരോ സംഭാഷണത്തിനു ശേഷവും നിങ്ങൾക്ക് സന്തോഷമോ സമാധാനമോ അല്ല, മറിച്ച് ഒരുതരം ശൂന്യതയാണ് അനുഭവപ്പെടുന്നതെങ്കിൽ ആ ബന്ധത്തിന്റെ ദിശ നിങ്ങൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ആ വഴി ഒരു വൺ വേ സ്ട്രീറ്റ് ആണോ എന്ന് നിങ്ങൾ സ്വയം ചോദിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കാരണം ആ വഴിയിലൂടെയുള്ള യാത്ര നിങ്ങളെ എത്തിക്കുന്നത് നിങ്ങളുടെ തന്നെ നാശത്തിലേക്കായിരിക്കും. മുതലെടുക്കുന്നവരുടെ ഏറ്റവും ശക്തമായ ആയുധങ്ങളിലൊന്ന് കുറ്റബോധമാണ്. അവർ നിങ്ങളിൽ സമർത്ഥമായി കുറ്റബോധം കുത്തിവെക്കും. നിങ്ങൾ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാത്തപ്പോഴോ അവരുടെ ഇഷ്ടങ്ങൾക്ക് വഴങ്ങാത്തപ്പോഴോ നിങ്ങളാണ് ഒരു മോശം സുഹൃത്ത് അല്ലെങ്കിൽ ഒരു നല്ല ബന്ധു അല്ലാത്തത് എന്ന് നിങ്ങളെക്കൊണ്ട് തന്നെ ചിന്തിപ്പിക്കും. ഇതിനെ ഗിൽറ്റ് ട്രിപ്പിംഗ് എന്ന് പറയും. അവരുടെ സംഭാഷണം ശ്രദ്ധിച്ചാൽ ഇത് വ്യക്തമാകും. നിനക്ക് മാത്രമേ എന്നെ സഹായിക്കാൻ കഴിയൂ, ഞാനിത് നിന്നോട് മാത്രമേ പറയുന്നുള്ളൂ, അത്രയ്ക്ക് വിശ്വാസമാണ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു പ്രത്യേകത അനുഭവപ്പെടാം. നമ്മൾ അവർക്ക് അത്രയേറെ വേണ്ടപ്പെട്ടവരാണല്ലോ എന്നൊരു തോന്നൽ വരും. എന്നാൽ യഥാർത്ഥത്തിൽ അതൊരു കെണിയാണ്. ആ വാക്കുകളിലൂടെ അവർ നിങ്ങളുടെ ചുമലിൽ ഒരു ഭാരം കയറ്റി വയ്ക്കുകയാണ്. അവരുടെ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഉത്തരവാദിത്വം നിങ്ങളുടേതാണെന്ന് അവർ പരോക്ഷമായി പറയുന്നു. മായയുടെ അനുഭവം ഇതിനൊരുദാഹരണമാണ്. അവളുടെ ഒരു അടുത്ത ബന്ധു ഉണ്ടായിരുന്നു, രമ. എന്ത് ചെറിയ കാര്യത്തിനും രമ മായയെ വിളിക്കും. മോളെ, എനിക്ക് ഈ സാരിയുടെ കൂടെ ഇടാൻ ഒരു ബ്ലൗസ് എടുക്കണം, നീ കൂടെ വന്നാലേ ശരിയാവൂ. എന്റെ മോന്റെ സ്കൂളിലൊന്ന് പോകണം, നീ വന്നാൽ അതൊരു ധൈര്യമാണ് എന്നിങ്ങനെ പോകും ആവശ്യങ്ങൾ. മായയ്ക്ക് സ്വന്തമായി ജോലിയും തിരക്കുകളും ഉണ്ടായിരുന്നിട്ടും നോ പറയാൻ അവൾക്ക് കഴിഞ്ഞിരുന്നില്ല. കാരണം എപ്പോഴെങ്കിലും അവൾക്ക് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ രമയുടെ മറുപടി ഇങ്ങനെയായിരിക്കും: സാരമില്ല മോളെ, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. വീഴുമ്പോഴും തളരുമ്പോഴും ആരുമുണ്ടാവില്ലെന്ന് എനിക്കറിയാമല്ലോ, എന്റെ ഒരു വിധി അതാണ്. ഈ ഡയലോഗ് കേൾക്കുന്നതോടെ മായയുടെ മനസ്സിൽ കുറ്റബോധം നിറയും. അവൾ തന്റെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് രമയുടെ കൂടെ പോകും. ഇവിടെ രമ ചെയ്യുന്നത് സ്നേഹം കൊണ്ടുള്ള ഒരു അഭ്യർത്ഥനയല്ല, മറിച്ച് വൈകാരികമായൊരു ബ്ലാക്ക്മെയിലിംഗ് ആണ്. നിങ്ങൾ അവരുടെ ആവശ്യം നിരസിച്ചാൽ അവർ നിങ്ങളെ വേദനിപ്പിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യില്ല. പകരം അവർ സ്വയം ഒരു ഇരയായി മാറും. അവരുടെ സങ്കടങ്ങൾക്കും ഒറ്റപ്പെടലിനും കാരണം നിങ്ങളാണെന്ന് അവർ നിങ്ങളെക്കൊണ്ട് തോന്നിപ്പിക്കും. ഈ കുറ്റബോധം താങ്ങാൻ കഴിയാതെ നിങ്ങൾ അവരുടെ ഇഷ്ടങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കും. ഇതൊരു തവണയല്ല, പലതവണ ആവർത്തിക്കുമ്പോൾ അതൊരു ശീലമായി മാറും. നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കോ സൗകര്യങ്ങൾക്കോ അവിടെ സ്ഥാനമില്ലാതാകും. ഇതിനോട് ചേർന്നു നിൽക്കുന്ന മറ്റൊരു സ്വഭാവമാണ് വിക്ടിം മെന്റാലിറ്റി അഥവാ ഇരവാദം. മുതലെടുക്കുന്ന സ്വഭാവമുള്ളവർ എപ്പോഴും തങ്ങളെ ഒരു ഇരയായി അവതരിപ്പിക്കും. അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം മറ്റുള്ളവരായിരിക്കും. അവരുടെ മുൻകോപം, സാമ്പത്തിക പ്രശ്നങ്ങൾ, ബന്ധങ്ങളിലെ തകർച്ച, ഒന്നിനും അവർ ഉത്തരവാദിത്തം ഏറ്റെടുക്കില്ല. ലോകം മുഴുവൻ അവർക്കെതിരെ ഗൂഢാലോചന നടത്തുകയാണെന്നും തങ്ങൾ തീർത്തും നിസ്സഹായരാണെന്നും അവർ വിശ്വസിക്കുകയും മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അവർക്ക് നിങ്ങൾ എന്ത് പ്രായോഗികമായ ഉപദേശം നൽകിയാലും അവരത് സ്വീകരിക്കില്ല. അതൊന്നും ശരിയാവില്ല, നീ പറയുന്നത് പോലെ എളുപ്പമല്ല കാര്യങ്ങൾ എന്നിങ്ങനെയുള്ള മറുപടികൾ നൽകി അവർ നിങ്ങളുടെ നിർദ്ദേശങ്ങളെ തള്ളിക്കളയും. കാരണം അവർക്ക് വേണ്ടത് ഒരു പരിഹാരമല്ല, മറിച്ച് നിങ്ങളുടെ സഹതാപമാണ്. നിങ്ങളുടെ ശ്രദ്ധയും സമയവും മുഴുവൻ അവരുടെ സങ്കടങ്ങൾ കേൾക്കാൻ വേണ്ടി മാത്രമായി അവരുപയോഗിക്കും. നിങ്ങൾ അവരുടെ ഇമോഷണൽ ഡംസ്റ്ററായി മാറും. അതായത് അവരുടെ നെഗറ്റീവ് വികാരങ്ങളും പരാതികളും മുഴുവൻ കൊണ്ട് തള്ളാനുള്ള ഒരു ചവറുകുട്ട. ഓരോ തവണ സംസാരിച്ചു കഴിയുമ്പോഴും അവരുടെ ഭാരം മുഴുവൻ നിങ്ങളുടെ തലയിലായതുപോലെ നിങ്ങൾക്ക് അനുഭവപ്പെടും. അവർക്ക് ആശ്വാസം കിട്ടും, പക്ഷെ നിങ്ങൾ മാനസികമായി തളർന്നുപോകും. ഇവരുടെ സ്നേഹപ്രകടനങ്ങൾക്കും ദയയ്ക്കും ചില നിബന്ധനകളുണ്ടായിരിക്കും. അതിനെയാണ് കണ്ടീഷണൽ കെയർ എന്ന് പറയുന്നത്. നിങ്ങൾ അവർക്ക് ഉപകാരമുള്ളവരായിരിക്കുന്നിടത്തോളം കാലം അവർ നിങ്ങളോട് അത്യന്തം സ്നേഹവും പരിഗണനയും കാണിക്കും. നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ അവർ ഓടിയെത്തും. പക്ഷേ എപ്പോഴെങ്കിലും നിങ്ങൾ അവരുടെ ഒരു ആവശ്യം നിരസിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ കൊണ്ട് ഒരു ഉപകാരം ഇല്ലാതാവുകയോ ചെയ്യുന്ന നിമിഷം അവരുടെ യഥാർത്ഥ മുഖം പുറത്തുവരും. അതുവരെ തേൻ പുരട്ടി സംസാരിച്ചവർ പക്ഷവാൾ നിങ്ങളോട് മിണ്ടാതാവുകയോ അല്ലെങ്കിൽ നിങ്ങളെപ്പറ്റി മറ്റുള്ളവരോട് കുറ്റം പറഞ്ഞു നടക്കാനോ തുടങ്ങും.
നിങ്ങൾ നൽകുന്നതിനെ മാത്രം സ്നേഹിക്കുന്ന, നിങ്ങളുടെ കഴിവിനെയും സമയത്തെയും മാത്രം വിലമതിക്കുന്ന ഒരാൾ യഥാർത്ഥത്തിൽ നിങ്ങളെ ചൂഷണം ചെയ്യുകയാണ്. യഥാർത്ഥ ബന്ധങ്ങളിൽ കൊടുക്കൽ വാങ്ങലുകൾക്കപ്പുറം ഒരു വൈകാരികമായ അടുപ്പമുണ്ട്. നിങ്ങൾ ആരാണോ ആ വ്യക്തിയെ അതേപടി സ്നേഹിക്കുന്നതാണ് യഥാർത്ഥ സൗഹൃദവും ബന്ധവും. നിങ്ങൾക്കൊരു വീഴ്ച വന്നാൽ താങ്ങി നിർത്താനും നിങ്ങൾ സന്തോഷിക്കുമ്പോൾ കൂടെ ചിരിക്കാനും കഴിയുന്നവരാണ് യഥാർത്ഥ കൂട്ടുകാർ. അല്ലാതെ നിങ്ങളുടെ സന്തോഷത്തിൽ അസൂയപ്പെടുകയും നിങ്ങളുടെ വീഴ്ചയിൽ ആശ്വസിപ്പിക്കാനെന്ന വ്യാജേന വന്ന് നിങ്ങളുടെ വേദനയിൽ സന്തോഷിക്കുകയും ചെയ്യുന്നവരല്ല. നിങ്ങളുടെ ജീവിതത്തിലെ ബന്ധങ്ങളെക്കുറിച്ചൊന്ന് ഓർത്തുനോക്കൂ. നിങ്ങൾ സ്നേഹം അനുഭവിക്കുന്നുണ്ടോ, അതോ ഒരുതരം കടമയുടെ ഭാരം പേറുകയാണോ? നിങ്ങളുടെ ജീവിതത്തിലെ അതിരുകളെ അവർ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? അതാണ് അവരെ തിരിച്ചറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സൂചന. മുതലെടുക്കുന്നവർക്ക് ബൗണ്ടറികൾ അഥവാ വ്യക്തിപരമായ അതിരുകൾ എന്നൊന്നുണ്ടാവില്ല. നിങ്ങളുടെ സ്വകാര്യതയെയും സമയത്തെയും അവർ മാനിക്കില്ല. എപ്പോൾ വേണമെങ്കിലും നിങ്ങളെ വിളിക്കാമെന്നും നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നുവരാമെന്നും നിങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടാമെന്നും അവർ വിശ്വസിക്കുന്നു. രാഹുലിന്റെ കഥ നോക്കാം. രാഹുലിന് സുനിൽ എന്നൊരു ബന്ധമുണ്ടായിരുന്നു. ഏതു പാതിരാത്രിയിലും സുനിൽ രാഹുലിനെ വിളിക്കും. രാഹുൽ ഉറക്കത്തിലാണോ, കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുകയാണോ എന്നൊന്നും സുനിൽ ചിന്തിക്കില്ല. ഫോൺ എടുത്തില്ലെങ്കിൽ നിരന്തരം മെസ്സേജുകൾ അയച്ചുകൊണ്ടേയിരിക്കും. രാഹുൽ തിരക്കിലാണെന്ന് പറഞ്ഞാൽ, ഓ നീ വലിയ ആളായി പോയല്ലോ, നമ്മളെയൊന്നും ഇപ്പോൾ മൈൻഡില്ലല്ലോ എന്ന് പറഞ്ഞ് പരിഹസിക്കും. തന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ പോലും സുനിൽ അഭിപ്രായം പറയുന്നത് രാഹുലിന് പലപ്പോഴും അരോചകമായി തോന്നിയിട്ടുണ്ട്. പക്ഷെ ബന്ധം വഷളാകരുതല്ലോ എന്ന് കരുതി രാഹുൽ എല്ലാം സഹിച്ചു. എന്നാൽ രാഹുൽ ഒരു ദിവസം നോ പറഞ്ഞപ്പോൾ സുനിലിന്റെ സ്വഭാവം മാറി. രാഹുലിനെക്കുറിച്ച് മോശം കഥകൾ കുടുംബത്തിൽ പറഞ്ഞു വരുത്താൻ തുടങ്ങി. ഇവിടെ സുനിൽ ലംഘിച്ചത് രാഹുലിന്റെ വ്യക്തിപരമായ അതിരുകളെയാണ്. നമ്മുടെ ജീവിതം ഒരു വീട് പോലെയാണ്. ആ വീട്ടിലേക്ക് ആരെ കയറ്റണം, എപ്പോൾ കയറ്റണം, ഏത് മുറി വരെ കയറ്റണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. ആ അവകാശം മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുമ്പോൾ നമ്മൾ അരക്ഷിതാവസ്ഥയിലേക്ക് വീഴുന്നു. നിങ്ങളുടെ നോ എന്ന വാക്കിനെ ബഹുമാനിക്കാത്ത ഒരാൾ നിങ്ങളുടെ വ്യക്തിത്വത്തെ ബഹുമാനിക്കുന്നില്ല എന്ന് തിരിച്ചറിയുക. അവർക്ക് വേണ്ടത് നിങ്ങളുടെ സാന്നിധ്യമാണ്, നിങ്ങളുടെ സമ്മതമല്ല. ഇത്തരം ആളുകൾ പലപ്പോഴും നിങ്ങളുടെ നേട്ടങ്ങളെ ചെറുതായി കാണിക്കാൻ ശ്രമിക്കും. നിങ്ങൾ എന്തെങ്കിലും ഒരു വിജയം നേടിയാൽ അതിൽ ആത്മാർത്ഥമായി സന്തോഷിക്കുന്നതിന് പകരം അതിനെ നിസ്സാരവൽക്കരിക്കാനോ അതിലെന്തെങ്കിലും കുറവ് കണ്ടെത്താനോ അവർ ശ്രമിക്കും. ഓ അതൊരു വലിയ കാര്യമാണോ, ഭാഗ്യം കൊണ്ട് കിട്ടിയതല്ലേ എന്നോ അത് ആർക്കും ചെയ്യാവുന്നതേയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്താൻ അവർ ശ്രമിക്കും. നിങ്ങളുടെ വെളിച്ചം കണ്ട് അസൂയപ്പെടുന്നവർ, നിങ്ങളുടെ വെളിച്ചത്തിൽ കണ്ണുമഞ്ഞളുന്നവർ ആ വെളിച്ചം കെടുത്താൻ നോക്കും. ഒരു നല്ല സുഹൃത്ത് നിങ്ങളുടെ കണ്ണാടിയാവണം. നിങ്ങളുടെ നല്ല വശങ്ങളും മോശം വശങ്ങളും ഒരുപോലെ കാണിച്ചു തരുന്ന കണ്ണാടി. പക്ഷേ മുതലെടുപ്പുകാർ വികൃതമായ കണ്ണാടികളാണ്. അതിൽ നോക്കിയാൽ നിങ്ങൾ ചെറുതായി പോയതുപോലെയോ വിരൂപനായതുപോലെയോ തോന്നും. അവർ നിരന്തരം നിങ്ങളുടെ ആത്മവിശ്വാസത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കും. അവരുടെ കൂടെ സമയം ചെലവഴിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഇഷ്ടമല്ലാതെ ആകുന്നുണ്ടെങ്കിൽ ആ ബന്ധം വിഷലിപ്തമാണെന്നുറപ്പിക്കാം. ഇനി ഇത്തരം ബന്ധങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യാം? ആദ്യത്തെ പടി തിരിച്ചറിവാണ്. ഇപ്പോൾ നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ വെച്ച് നിങ്ങളുടെ ചുറ്റുമുള്ളവരെ ഒന്ന് നിരീക്ഷിക്കുക. ആരാണ് നിങ്ങളെ ഊർജ്ജസ്വലരാക്കുന്നത്, ആരാണ് നിങ്ങളെ തളർത്തുന്നത്? ഈ തിരിച്ചറിവുണ്ടായാൽ പിന്നെ ചെയ്യേണ്ടത് അതിരുകൾ വരയ്ക്കുകയാണ്. അത് എളുപ്പമല്ല. വർഷങ്ങളായി നിങ്ങൾ ശീലിച്ച വഴക്കങ്ങളും ഭയങ്ങളും തടസ്സമായി വരും. അവർക്ക് സങ്കടമായാലോ അവരെന്നെ വെറുത്താലോ എന്ന ചിന്തകൾ നിങ്ങളെ പിന്നോട്ട് വലിക്കും. പക്ഷെ ഒന്നോർക്കുക, നിങ്ങളുടെ മാനസികാരോഗ്യവും സമാധാനവും സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. ഇല്ല, എനിക്ക് കഴിയില്ല, എനിക്ക് സമയമില്ല എന്ന് പറയാൻ പഠിക്കുക. അതിനൊരു ന്യായീകരണവും നൽകേണ്ടതില്ല. നിങ്ങളുടെ നോ എന്നതൊരു സമ്പൂർണ്ണ വാജ്യമാണ്. നിങ്ങൾ ആദ്യം അതിരുകൾ വയ്ക്കുമ്പോൾ അവർ പ്രതികരിക്കും, ദേഷ്യപ്പെടും, കരയും, ഭീഷണിപ്പെടുത്തും, കുറ്റപ്പെടുത്തും. അതൊക്കെ അവരുടെ തന്ത്രങ്ങളാണ്. അതിൽ വീഴരുത്, ഉറച്ചു നിൽക്കുക. ആവശ്യമെങ്കിൽ ആ ബന്ധങ്ങളിൽ നിന്ന് ഒരകലം പാലിക്കുക. ഫോൺ കോളുകളുടെ ദൈർഘ്യം കുറയ്ക്കുക. നേരിട്ട് കാണുന്ന അവസരങ്ങൾ ഒഴിവാക്കുക. നിങ്ങളുടെ സമയം അവർക്ക് എളുപ്പത്തിൽ കിട്ടില്ല എന്ന് അവർക്ക് മനസ്സിലാകണം. ചില ബന്ധങ്ങൾ മുറിച്ചു മാറ്റേണ്ടി വന്നേക്കാം. അത് വേദനയുണ്ടാക്കും. പക്ഷേ ഒരു വിഷമുള്ള അവയവം മുറിച്ചു മാറ്റുന്നത് ശരീരം മുഴുവൻ വിഷം പടരാതിരിക്കാനാണ്. അതുപോലെ ചില ബന്ധങ്ങൾ അവസാനിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതം മുഴുവൻ വിഷലിപ്തമാകാതിരിക്കാനാണ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ ലോകത്ത് ആത്മാർത്ഥമായി സ്നേഹിക്കാനും പരസ്പരം സഹായിക്കാനും തയ്യാറുള്ള ധാരാളം നല്ല മനുഷ്യരുണ്ട്. പക്ഷേ തെറ്റായ ആളുകൾ നിങ്ങളുടെ ഇടം കൈയടക്കി വച്ചിരിക്കുമ്പോൾ
ശരിയായ ആളുകൾക്ക് അവിടേക്ക് വരാൻ കഴിയില്ല. നിങ്ങളുടെ ജീവിതത്തിലെ കളകളെ പറിച്ചുമാറ്റിയാൽ മാത്രമേ പുതിയ പൂക്കൾക്ക് വിരിയാൻ സ്ഥലമുണ്ടാകൂ. നല്ല ബന്ധങ്ങൾ നിങ്ങളെ വളർത്തും, മോശം ബന്ധങ്ങൾ നിങ്ങളെ തളർത്തും. തിരഞ്ഞെടുപ്പ് നിങ്ങളുടേതാണ്. നിങ്ങൾ ഇത്തരം വിഷലിപ്തമായ ബന്ധങ്ങളിൽ നിന്ന് പുറത്തുവരാൻ തീരുമാനിക്കുമ്പോൾ സ്വയം സ്നേഹിക്കുക എന്നത് പരമപ്രധാനമാണ്. കാരണം ചൂഷണം ചെയ്യപ്പെടുന്ന പലരും സ്വന്തം മൂല്യത്തെക്കുറിച്ച് ബോധവാന്മാരല്ല. മറ്റുള്ളവരുടെ സന്തോഷമാണ് തങ്ങളുടെ സന്തോഷമെന്ന് തെറ്റിദ്ധരിച്ചവരാണ്. മറ്റൊരാളുടെ അംഗീകാരത്തിനു വേണ്ടി സ്വന്തം ഇഷ്ടങ്ങളെയും താൽപ്പര്യങ്ങളെയും ബലി കൊടുത്തവരാണ്. അതുകൊണ്ട് ഈ യാത്രയുടെ ആദ്യപടി നിങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വീണ്ടെടുക്കുക എന്നതാണ്. നിങ്ങളുടെ സന്തോഷത്തിന് മറ്റാരുടെയും അനുവാദം ആവശ്യമില്ലെന്ന് തിരിച്ചറിയുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ സമയം കണ്ടെത്തുക. ഒരു പുസ്തകം വായിക്കാനോ, ഒരു സിനിമ കാണാനോ, സംഗീതം കേൾക്കാനോ, അല്ലെങ്കിൽ വെറുതെ ഒരിടത്ത് ശാന്തമായി ഇരിക്കാനോ സമയം നീക്കിവെക്കുക. നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും പരിപാലിക്കുക. നന്നായി ഭക്ഷണം കഴിക്കുക, വ്യായാമം ചെയ്യുക, ആവശ്യത്തിന് ഉറങ്ങുക. നിങ്ങൾ നിങ്ങൾക്ക് തന്നെ വില കൊടുക്കുമ്പോൾ മറ്റുള്ളവർക്കും നിങ്ങളെ വിലമതിക്കേണ്ടി വരും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക. നിങ്ങളെ മനസ്സിലാക്കുന്ന, നിങ്ങളുടെ തീരുമാനങ്ങളെ ബഹുമാനിക്കുന്ന, നിങ്ങളെ കേൾക്കാൻ തയ്യാറുള്ള ഒന്നോ രണ്ടോ ആത്മാർത്ഥ സുഹൃത്തുക്കൾ മതി. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയോ സഹോദരങ്ങളോ ആകാം. നിങ്ങളുടെ വിഷമങ്ങൾ പങ്കുവെക്കുമ്പോൾ നിങ്ങളെ വിധിക്കാതെ കൂടെ നിൽക്കുന്നവരുമായി കൂടുതൽ സമയം ചെലവഴിക്കുക. അവരുമായുള്ള സംഭാഷണങ്ങൾ നിങ്ങളുടെ ഊർജം കൂട്ടുകയേയുള്ളൂ, കുറയ്ക്കുകയില്ല. ഒരു കാര്യം ഓർമ്മിക്കുക, മറ്റൊരാളെ സഹായിക്കുന്നത് തെറ്റല്ല. ദയയും സഹാനുഭൂതിയും മനുഷ്യന്റെ ഏറ്റവും വലിയ ഗുണങ്ങളാണ്. എന്നാൽ ആ സഹായം നിങ്ങളുടെ മാനസികാരോഗ്യത്തെയും സമാധാനത്തെയും തകർക്കുന്ന തരത്തിലാകുമ്പോഴാണ് അത് പ്രശ്നമായി മാറുന്നത്. പറന്നുയരുന്ന വിമാനത്തിൽ ഓക്സിജൻ മാസ്ക് ആദ്യം സ്വയം ധരിക്കണം, എന്നിട്ടേ മറ്റൊരാളെ സഹായിക്കാവൂ എന്ന് പറയാറില്ലേ? അതുപോലെയാണിതും. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് മറ്റൊരാളെ രക്ഷിക്കാനാവില്ല. നിങ്ങൾ മുങ്ങിത്താഴുമ്പോൾ എങ്ങനെ മറ്റൊരാളെ കരകയറ്റാനാണ്? അതുകൊണ്ട് സ്വയം രക്ഷിക്കുക എന്നതാണ് ആദ്യത്തെ പടി. നിങ്ങൾ അതിരുകൾ വെച്ച് തുടങ്ങുമ്പോൾ ചൂഷണം ചെയ്യുന്നവർക്ക് നിങ്ങളോടുള്ള താൽപ്പര്യം കുറഞ്ഞുവരും. കാരണം അവർക്ക് വേണ്ടത് നിങ്ങളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന ഊർജവും സമയവുമായിരുന്നു. അത് കിട്ടാതാകുമ്പോൾ അവർ അടുത്ത ഇരയെ തേടിപ്പോകും. ആ നിമിഷം നിങ്ങൾക്ക് വേദന തോന്നിയേക്കാം. അപ്പോൾ ഇത്രയും കാലം കാണിച്ച സ്നേഹം വെറും അഭിനയമായിരുന്നോ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. അതെ, പലപ്പോഴും അതൊരു അഭിനയം തന്നെയായിരുന്നു. ആ സത്യം അംഗീകരിക്കാൻ പ്രയാസമാണ്. പക്ഷേ ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നത് നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് അത്യാവശ്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവായി പോകുന്ന ഓരോ വ്യാജ സുഹൃത്തിനും, ഓരോ മുതലെടുപ്പുകാരനായ ബന്ധുവിനും പകരം ആത്മാർത്ഥതയുള്ള പുതിയ ബന്ധങ്ങൾക്ക് ഇടം നൽകുക. നിങ്ങളുടെ മൂല്യം തിരിച്ചറിയുന്ന, നിങ്ങളുടെ വളർച്ചയിൽ സന്തോഷിക്കുന്ന, നിങ്ങളുടെ തളർച്ചയിൽ താങ്ങാകുന്ന മനുഷ്യരുമായി സൗഹൃദം സ്ഥാപിക്കുക. അത്തരം ബന്ധങ്ങൾ ഒരു പൂന്തോട്ടം പോലെയാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ വർണ്ണങ്ങളും സുഗന്ധവും നിറയ്ക്കും. ഓർമ്മിക്കുക, നിങ്ങളൊരു വ്യക്തിയാണ്, അല്ലാതെ മറ്റൊരാളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഒരു ഉപകരണമല്ല. നിങ്ങൾക്ക് സ്വന്തമായി സ്വപ്നങ്ങളുണ്ട്, ഇഷ്ടങ്ങളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്. മറ്റൊരാളുടെ നാടകത്തിലെ ഒരു കഥാപാത്രമായി ഒതുങ്ങിപ്പോകേണ്ടവരല്ല നിങ്ങൾ. നിങ്ങളുടെ ജീവിതം നിങ്ങളുടേതാണ്. അതിൻ്റെ തിരക്കഥ എഴുതേണ്ടതും നിങ്ങളാണ്. ആ കഥയിലെ നായകൻ അല്ലെങ്കിൽ നായിക നിങ്ങളാണ്. മറ്റുള്ളവർക്ക് അതിൽ ചെറിയ റോളുകൾ നൽകാം, പക്ഷേ പ്രധാന റോൾ എപ്പോഴും നിങ്ങൾക്കായിരിക്കണം. ഇന്ന് നിങ്ങൾ കേട്ട കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ചില അസ്വസ്ഥതകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവാം. ചില മുഖങ്ങൾ ഓർമ്മ വന്നിട്ടുണ്ടാവാം. ചില സംഭാഷണങ്ങൾ വീണ്ടും ചെവിയിൽ മുഴങ്ങിയിട്ടുണ്ടാവാം. ആ അസ്വസ്ഥത ഒരു നല്ല ലക്ഷണമാണ്. മാറ്റത്തിനുള്ള ആദ്യത്തെ പടി ആ തിരിച്ചറിവാണ്. ഇന്നു മുതൽ നിങ്ങളുടെ ഓരോ ബന്ധങ്ങളെയും ശ്രദ്ധയോടെ വീക്ഷിക്കുക. നിങ്ങളുടെ ഊർജം ചോർത്തുന്ന ബന്ധങ്ങളെ തിരിച്ചറിയുക. അവയ്ക്ക് സ്നേഹത്തോടെയും എന്നാൽ ഉറച്ച മനസ്സോടെയും അതിരുകൾ നിശ്ചയിക്കുക. നിങ്ങൾ അർഹിക്കുന്നത് ചൂഷണമല്ല, സ്നേഹമാണ്. നിങ്ങൾ അർഹിക്കുന്നത് കുറ്റബോധമല്ല, അംഗീകാരമാണ്. നിങ്ങളുടെ ജീവിതം കൂടുതൽ സന്തോഷവും സമാധാനവും നിറഞ്ഞതാകട്ടെയെന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്കേതെങ്കിലും തരത്തിൽ പ്രയോജനപ്പെട്ടു എന്ന് തോന്നുന്നുവെങ്കിൽ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമായി പങ്കുവയ്ക്കുക. ഒരുപക്ഷേ നിങ്ങളറിയാതെ ഇത്തരം ബന്ധങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ആർക്കെങ്കിലും
ഇതൊരു സഹായമായേക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ ഈ ചർച്ചകൾ ഒരുപാട് പേർക്ക് വഴികാട്ടിയാകും. ഞങ്ങളുടെ ഈ യാത്രയിൽ പങ്കുചേരാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.